എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ചന്ദ്രഭേദി പ്രാണായാമം, സൂര്യഭേദി പ്രാണായാമം, നാഡീശോധന പ്രാണായാമം എന്നിവയാണ്. ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ഉൾപ്പെടുന്ന സെൻട്രൽ നെർവസ് സിസ്റ്റം ആണ് ആത്മീയ സാധനകൾക്ക് ആധാരസ്ഥാനങ്ങൾ. ആധ്യാത്മിക സാധനകൾക്ക് മുൻപായി ഇട പിംഗള നാഡികളെ ശുദ്ധീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ്. സ്പൈനൽ കോഡിന് സമാന്തരമായി കാണപ്പെടുന്ന സിമ്പതറ്റിക് ആൻഡ് പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം അഥവാ ഇട പിംഗള നാഡികൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രാണായാമങ്ങളാണ് ചന്ദ്രഭേദി, സൂര്യഭേദി എന്നിവ. ഇനി ചന്ദ്രഭേദി പ്രാണായാമം, ചന്ദ്രന്റെ സ്ഥാനം ഇടയാണ്. ഈ പ്രപഞ്ചത്തിൽ സൂര്യനും ചന്ദ്രനും അല്ലെങ്കിൽ തണുപ്പും ചൂടും, ശീതം ഉഷ്ണം, ഇങ്ങനെ രണ്ട് അവസ്ഥയാണുള്ളത്. ഇടാനാഡി ചന്ദ്രനായും പിംഗളനാഡി സൂര്യനായിട്ടും ആണ് സങ്കല്പിക്കുന്നത്. അപ്പോൾ ചന്ദ്രഭേദി പ്രാണായാമം നമ്മൾ ചെയ്യുമ്പോൾ സ്വാധിഷ്ഠാന ചക്രത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. സ്വാധിഷ്ഠാനം എന്ന് പറയുമ്പോൾ അടിവയറിന്റെ ഭാഗം, നട്ടിലിന്റെ തൊട്ട് മുന്നിലായിട്ട് നിങ്ങൾ വിചാരിക്കുക. നട്ടില് നമ്മുടെ ഉള്ളിൽ കാണുക, അതിന്റെ മുന്നിലായിട്ട് അടിവയറിന്റെ ഭാഗത്ത് സ്വാധിഷ്ഠാനം. അവിടെ ചന്ദ്രനെ പോലെ പൂർണ്ണചന്ദ്രനെ അവിടെ കാണുക. അവിടുന്ന് സുഷുമ്നയിലൂടെ, നട്ടിലിലൂടെ അത് ഉയർന്ന് ആജ്ഞചക്രത്തിൽ എത്തുന്നതായിട്ട് സങ്കല്പിക്കുക. ആ ചന്ദ്രന്റെ ശക്തിയെ അവിടെ നമ്മൾ സംഭരിക്കുകയാണ്. അതവിടെ സംഭരിച്ചു, അതവിടെ നിർത്തി. അപ്പോ ചന്ദ്രഭേദി ചെയ്യുമ്പോൾ ഇടത് മൂക്കിലൂടെ ശ്വാസം എടുത്ത് കുംഭകം ചെയ്യണം. കുംഭകം എന്ന് പറയുമ്പോൾ ശ്വാസം ഉള്ളിൽ ഹോൾഡ് ചെയ്യുന്നതിനെയാണ് കുംഭകം. കുംഭകം ഏതാനും സെക്കൻഡുകൾ ചെയ്തിട്ട്, തുടക്കക്കാരാണ്, ഒരുപാട് സമയം വേണ്ട, ഏതാനും സെക്കൻഡുകൾ കുംഭകം ചെയ്തിട്ട് ശ്വാസം പുറത്തേക്ക് വിടാം. ആദ്യം ഒന്ന് ചന്ദ്രഭേദി പ്രാണായാമം ചെയ്യാം. ദീർഘമായി ശ്വാസം എടുത്ത് വിടുക. വലത് കൈയുടെ തള്ളവിരൽ കൊണ്ട് വലത് മൂക്കടയ്ക്കുക. ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കാൻ തുടങ്ങുമ്പോൾ സ്വാധിഷ്ഠാനത്തിൽ പൂർണ്ണചന്ദ്രനെ കാണുക. എടുക്കുന്നതോടൊപ്പം അതിങ്ങനെ ഉയർന്ന് ആജ്ഞയിലെത്തുന്നു ആ പൂർണ്ണചന്ദ്രൻ. അപ്പോൾ അല്പസമയം ശ്വാസം എടുത്ത് തീർന്നു, പിന്നെ കുംഭകം ചെയ്യുന്നു. കുംഭകം ചെയ്യുമ്പോൾ പൂർണ്ണചന്ദ്രൻ അവിടെ സംഭരിക്കുന്നതായിട്ട്, അവിടെ നിൽക്കുന്നതായിട്ട് കാണുക. മോതിരവിരൽ കൊണ്ട് ഇടത് മൂക്ക് അടച്ചിട്ട് വലത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുന്നു. അപ്പോൾ ഒന്നും നമ്മൾ സങ്കല്പിക്കേണ്ട, ശ്വാസം വിട്ടാൽ മാത്രം മതി. അപ്പൊ തള്ളവിരൽ കൊണ്ട് വലത് മൂക്കും മോതിരവിരൽ കൊണ്ട് ഇടത് മൂക്കും ആണ് അടയ്ക്കേണ്ടത്. ഇടത് മൂക്കിലൂടെ എടുക്കുന്നു, പൂർണ്ണചന്ദ്രനെ കാണുന്നു. ശ്വാസം എടുക്കുന്നത്ര നേരം കൊണ്ട് നമ്മൾ ആജ്ഞചക്രം വരെ വരുന്നു. പൂർണ്ണചന്ദ്രനെ ഇവിടെ കാണുന്നു, കുംഭകം ചെയ്യുന്നു. നമ്മുടെ ശ്രദ്ധ ഇവിടെ ആയിരിക്കും. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വിട്ടാൽ മാത്രം മതി, പിന്നെ ഒന്നും സങ്കല്പിക്കേണ്ട. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 10 പ്രാവശ്യം ചെയ്യണം. നട്ടിൽ നിവർന്ന് നേരെ ഇരിക്കുക. വലത് മൂക്ക് തള്ളവിരൽ കൊണ്ട് അടയ്ക്കുക, കണ്ണുകൾ അടയ്ക്കുക. ശ്വാസം എടുക്കാൻ തുടങ്ങുമ്പോൾ സ്വാധിഷ്ഠാന ചക്രം അടിവയറിന്റെ ഭാഗത്ത് പൂർണ്ണചന്ദ്രനെ കാണുക. ശ്വാസം എടുക്കുന്നതോടൊപ്പം അത് ഉയർന്ന് ആജ്ഞചക്രത്തിൽ വരുന്നു. ശ്വാസം കുംഭകം ഉള്ളിൽ ഹോൾഡ് ചെയ്യുക. ഇടത് മൂക്ക് അടച്ചിട്ട് വലത് മൂക്ക് തുറന്ന് ശ്വാസം പുറത്തേക്ക് വിടുന്നു. വലത് മൂക്ക് വീണ്ടും അടയ്ക്കുക. ഇടത് മൂക്കിലൂടെ തന്നെ ശ്വാസം എടുക്കുന്നു. ഇത് ആവർത്തിക്കുക. പൂർണ്ണചന്ദ്രൻ ഉയർന്നു വരുന്നതായി കാണുന്നു. ആജ്ഞചക്രത്തിൽ എത്തുന്നു. ശ്വാസം കുംഭകം ചെയ്യുക. വലത് മൂക്ക് തുറന്ന് ശ്വാസം പുറത്തേക്ക് വിടുക. ഇടത് മൂക്ക് അടച്ചു പിടിച്ചിരിക്കണം. വീണ്ടും വലത് മൂക്ക് അടച്ചിട്ട് ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നതോടൊപ്പം പൂർണ്ണചന്ദ്രൻ സ്വാധിഷ്ഠാനത്തിൽ നിന്നും ഉയർന്ന് ആജ്ഞചക്രം വരെ വരുന്നു. ചന്ദ്രൻ അവിടെ നിൽക്കുന്നു. ഊന്നിലാവ് അവിടെ നിറയുന്നതായി കാണാം. ശ്വാസം ഹോൾഡ് ചെയ്യുന്നു. കുംഭകം
വലത് മൂക്ക് തുറന്ന് ശ്വാസം പുറത്തേക്ക് വിടുന്നു. വീണ്ടും ആവർത്തിക്കുക. അടുത്തത് സൂര്യഭേദി പ്രാണായാമം. ഇപ്പോൾ സൂര്യന്റെ സ്ഥാനം ആണ് മണിപ്പൂര ചക്രം. മണിപ്പൂര ചക്രത്തിൽ നിന്ന് നമ്മൾ തുടങ്ങി അനാഹത ചക്രത്തിൽ അവസാനിപ്പിക്കുന്നതാണ് സൂര്യഭേദി പ്രാണായാമം. ശ്വാസം എടുക്കാൻ തുടങ്ങുമ്പോൾ മണിപ്പൂര ചക്രം മേൽവയറിന്റെ ഭാഗത്ത് നട്ടെല്ലിനോട് ചേർന്ന് നമ്മൾ സൂര്യനെ കാണുക. സൂര്യൻ പ്രകാശം തെളിഞ്ഞു നിൽക്കുന്ന ഒരു സൂര്യനെ, പ്രകാശിച്ചു നിൽക്കുന്ന സൂര്യനെ മണിപ്പൂര ചക്രത്തിൽ കാണുക. സുഷുമ്നയിലൂടെ ഉയർന്ന് അനാഹതം എന്ന് പറയുമ്പോൾ നെഞ്ചിന്റെ മധ്യഭാഗമാണ്. നെഞ്ചിനുള്ളിൽ നട്ടലിനോട് ചേർന്നുള്ള ഭാഗത്ത് ആ സൂര്യൻ വന്ന് നിൽക്കുന്നതായിട്ട് കാണും. ആ വീര്യത്തെ അനാഹത ചക്രത്തിലേക്ക് അവിടെ ആഗിരണം ചെയ്യുന്നു. അങ്ങനെയാണ് കാണേണ്ടത്. വലത് മൂക്കിലൂടെ ശ്വാസം എടുത്ത് കുംഭകം ചെയ്യുന്നു, അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുന്നു. അതിനുശേഷം ഇടത് മൂക്ക് തുറന്ന് പുറത്തേക്ക് വിടുന്നു. അപ്പോൾ വലത് കൈ തന്നെ തള്ളവിരൽ കൊണ്ട് വലത് മൂക്കും മോതിരവിരൽ കൊണ്ട് ഇടത് മൂക്കും ആണ് അടയ്ക്കേണ്ടത്. ഇവിടെ നമ്മൾ ഇടത് മൂക്ക് അടച്ചു പിടിച്ചിട്ട് വലത് മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് ദീർഘമായി എടുക്കാൻ തുടങ്ങുമ്പോൾ മണിപ്പൂര ചക്രത്തിൽ സൂര്യനെ കാണുക. ആ ശ്വാസം എടുക്കുന്നതോടൊപ്പം അത് ഉയർന്ന് അനാഹത ചക്രത്തിലേക്ക് എത്തുന്നു. ശ്വാസം ഹോൾഡ് ചെയ്യുന്നു. കുംഭകം അവിടെ പ്രകാശിക്കുന്നതായി കാണുക. തള്ളവിരൽ കൊണ്ട് വലത് മൂക്ക് അടയ്ക്കുക. ഇടത് മൂക്ക് തുറന്ന് പുറത്തേക്ക് ശ്വാസം വിടുക. ശ്വാസം ദീർഘമായി എടുക്കുന്നു. വലത് മൂക്കിലൂടെ സൂര്യന്റെ പ്രകാശം ഉയർന്ന് ശ്വാസം എടുക്കുന്നതോടൊപ്പം അനാഹതത്തിലെത്തുന്നു. നെഞ്ചും മുഴുവനും പ്രകാശിക്കുന്നു. ശ്വാസം ഹോൾഡ് ചെയ്യുക. വലത് മൂക്ക് അടയ്ക്കുക. ഇടത് മൂക്ക് തുറന്ന് ശ്വാസം പുറത്തേക്ക് വിടുക.
നാഡി ശോധന പ്രാണായാമം, അനുലോമ വിലോമം. ചൂണ്ടുവിരലും നടുവിരലും മടക്കി പിടിക്കുക. വലത് തള്ളവിരൽ കൊണ്ട് വലത് കൈ, തള്ളവിരൽ കൊണ്ട് വലത് മൂക്കും, മോതിരവിരൽ കൊണ്ട് ഇടത് മൂക്കും അടച്ചു പിടിക്കേണ്ടതാണ്. ഇതില് ലെഫ്റ്റിലൂടെ ഇടയിലൂടെ ശ്വാസം എടുക്കുന്നു, പിങ്കളയിലൂടെ വിടുന്നു, പിങ്കളയിലൂടെ എടുക്കുന്നു, ഇടയിലൂടെ വിടുന്നു. ലെഫ്റ്റ് റൈറ്റ്, റൈറ്റ് ലെഫ്റ്റ്, അങ്ങനെ ഓർത്താൽ മതി. ലെഫ്റ്റ് റൈറ്റ്, റൈറ്റ് ലെഫ്റ്റ്, അങ്ങനെ ഓർത്തിരിക്കുക. ശ്വാസം എടുത്തതിന് ശേഷം ഏതാനും സെക്കൻഡുകൾ കുംഭകം ചെയ്യണം. ശ്വാസം പുറത്തേക്ക് വിടുക. വീണ്ടും ശ്വാസം എടുക്കുമ്പോൾ ഏതാനും സെക്കൻഡ് കുംഭകം ചെയ്യുക, പുറത്തേക്ക് വിടുക. വലത് മൂക്ക് അടച്ചു പിടിക്കുക തള്ളവിരൽ കൊണ്ട്. ലെഫ്റ്റിലൂടെ ദീർഘമായി ശ്വാസം എടുക്കുക. എടുത്തതിന് ശേഷം ഇടത് മൂക്കും അടച്ചു പിടിക്കുക. ശ്വാസം ഉള്ളിൽ ഏതാനും സെക്കൻഡുകൾ ഹോൾഡ് ചെയ്യുക. വലത് മൂക്ക് തുറന്ന് പുറത്തേക്ക് വിടുക. വലത് മൂക്കിലൂടെ തന്നെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. അടയ്ക്കുക. ഉള്ളിൽ ഹോൾഡ് ചെയ്യുക, കുംഭകം. ഇടത് മൂക്ക് തുറന്ന് പുറത്തേക്ക് വിടുക. ഇതും 10 പ്രാവശ്യം ആവർത്തിക്കാം. റബ്ബ് ചെയ്ത് കണ്ണുകൾക്ക് മുകളിൽ വയ്ക്കുക. ആജ്ഞാചക്രത്തിലേക്ക് ശ്രദ്ധിക്കുക. സൂര്യങ്ങളുടെ മധ്യത്തിലേക്ക് ശ്രദ്ധിക്കുക. കണ്ണുകൾ തുറക്കുക. ചന്ദ്രഭേദി പ്രാണായാമം ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കുന്നു, ശരീരത്തിൻ്റെ താപനില കുറച്ച് ക്ഷീണം ഇല്ലാതാക്കുന്നു, പൈത്തിക രോഗങ്ങൾക്ക് ശമനം ലഭിക്കുന്നു. വേനൽക്കാലത്താണ് ചന്ദ്രഭേദി പ്രാണായാമം ചെയ്യാൻ ഉത്തമം. ലോ BP ഉള്ളവരും കഫജ രോഗങ്ങൾ, പനി, ആർത്രൈറ്റിസ് മുതലായ രോഗങ്ങളുള്ളവർ ചന്ദ്രഭേദി ചെയ്യാൻ പാടുള്ളതല്ല. സൂര്യഭേദി പ്രാണായാമം ലോ BPയെ ക്രമപ്പെടുത്തുന്നു, കഫജമായ ത്വക്ക് രോഗങ്ങൾക്കും മറ്റു രോഗങ്ങൾക്കും ശമനം ഉണ്ടാക്കുന്നു, ദഹന സംബന്ധമായ അസുഖങ്ങൾ, ബ്രെയിൻ സംബന്ധമായ അസുഖങ്ങൾ പരിഹരിക്കപ്പെടുന്നു. സൂര്യഭേദി പ്രാണായാമം തണുപ്പ് കാലത്ത് ചെയ്യാൻ ഉത്തമം ആയ സമയമാണ്. ഹൈ BP ഉള്ളവരും പൈത്തിക രോഗങ്ങൾ ഉള്ളവരും സൂര്യഭേദി പ്രാണായാമം ചെയ്യാൻ പാടില്ല. ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. മേഡം ഇത് 10 പ്രാവശ്യം ചെയ്താൽ പോരെ? 10 പ്രാവശ്യം ചെയ്താൽ മതി. അപ്പൊ നമുക്ക് കിടക്കാൻ നേരം ചെയ്യാൻ പറ്റുമോ? ചെയ്തിട്ട് കിടക്കാൻ പറ്റുമോ? എപ്പോ വേണമെങ്കിലും ചെയ്യാം. ഡോക്ടർ, പിന്നെ എനിക്ക് സംശയം എന്താന്ന് വിചാരിച്ചാല് അതായത് ചന്ദ്രഭേദി ഇടയിലെ കൂടെ, അതായത് ഇടാനാടിയിലെ കൂടി എടുത്തിട്ട് അത് ഇടത്തെ മൂക്കിലെ കൂടി എടുത്തിട്ട് ഇടത്തെ മൂക്കിലെ കൂടെ തന്നെയല്ലേ വിടേണ്ടത്? അല്ലല്ല, വലത് മൂക്കിലൂടെ. ഇടത് മൂക്കിലെ എടുത്തിട്ട് വലത് മൂക്കിലെ വിടുക, വീണ്ടും ഇടത് മൂക്കിലെ എടുത്തിട്ട് വലത് മൂക്കിലെ വിടുക. അതെ, ഇടത് മൂക്കിലൂടെ എടുത്ത് വലത് മൂക്കിലൂടെ വിടുന്നതാണ് ചന്ദ്രഭേദി. സൂര്യഭേദി വലത് മൂക്കിലൂടെ എടുത്ത് ഇടത് മൂക്കിലൂടെ വിടുന്നത്. ഇത് രണ്ടും ചേർത്താണ് നമ്മൾ അനുലോമ വിലോമമാക്കി ചെയ്യുന്നത്. രണ്ടും കൂടെ ചെയ്യുന്നത്. രണ്ടും കൂടെ ചേരുമ്പോൾ അത് അനുലോമ വിലോമമാകുന്നു. ശരി. പല പുസ്തകങ്ങളിലും ഇടതിലൂടെ എടുത്ത് ഇടതിലൂടെ വിടുന്നതെന്നൊക്കെ കാണാം. ഇതൊക്കെ ആധികാരിക ഗ്രന്ഥങ്ങളിൽ, തന്ത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്ന രീതിയിലാണ് ഞാൻ ചെയ്യിപ്പിക്കുന്നത്. എല്ലാവരും എന്നും പ്രാക്ടീസ് ചെയ്യുക.